വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു ഹാർഡ് കോർ വേൾഡ് തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പരീക്ഷയല്ലേ, അതുകൊണ്ട് നിങ്ങൾ കാണാൻ ചാൻസ് ഇല്ല. എൻ്റെ വീഡിയോസ് പകുതി മുക്കാൽ വരും. അതുകൊണ്ട് നമ്മളൊരു പുതിയ വേൾഡ് തുടങ്ങിയിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ പരീക്ഷ കഴിഞ്ഞോടെ നമ്മുടെ മറ്റേ വേൾഡിലേക്ക് തിരിച്ചു പോകുന്നതാണ്. നമ്മുടെ വലിയ വീടുണ്ടാക്കി അയൺ ഫാം ഉണ്ടാക്കി വേൾഡിലേക്ക് എന്തായാലും തിരിച്ചു പോകും. ഇപ്പം ഈ പരീക്ഷ ഉള്ളപ്പോൾ മാത്രം ഞാൻ തൽക്കാലം വീഡിയോസ് ഇടാൻ വേണ്ടി ഒരു ഹാർഡ് കോർ വേൾഡ് അങ്ങ് തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിക്ക് ലാഗുണ്ട്. കത്തി കേസ് കത്തി. ഇതിങ്ങനെ കത്തുന്നേ, ഇങ്ങനെ കത്തുന്ന ഫോണായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി യൂട്യൂബിൽ വീഡിയോ ഇടുന്നില്ലേ ഗൈസ്. നിങ്ങളെൻ്റെ ചാനൽ ഒന്ന് സബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി ഒരു കത്തി ഉണ്ടാക്കണം. ഹാർഡ് കോറാണ് എന്ന് വെച്ചാൽ ഒരു വട്ടം ചത്താൽ പിന്നെ നമുക്ക് ഈ വേൾഡിലേക്കേ കയറാൻ പറ്റില്ല. ഒറ്റ ലൈഫുള്ളൂ. അല്ലാണ്ട് സർവൈവൽ പോലെ മിനിറ്റിന് ചത്താൽ സ്പോണാവാൻ റീസ്പോണൊന്നും വെച്ചിട്ടൊരു കാര്യമില്ല. ഇതിൽ കത്തി കേസ്. എന്തൊരു കത്തലാകത്തുന്നേ. ഇങ്ങനെയാണ് എൻ്റെ ആ വേൾഡിൽ കയറിയപ്പോഴും ഫോൺ അനങ്ങൂലല്ലോ കേസ്. കത്തി എൻ്റെ പൊന്നോ. ഒന്ന് കത്തും എന്നിട്ട് കത്തലങ്ങും. എന്താലേ, ചാടിനെ വേഗം എടുക്കണം. എനിക്ക് തോന്നുന്നു ആക്സ് ആയിട്ട് നല്ലത്. ആക്സ് എവിടെ ആടും കിട്ടും വേണം. എന്നാൽ നൈറ്റ് ആയാലും നമുക്ക് വേഗം സ്കിപ്പ് ചെയ്യാനുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ വീടൊന്നും ഉണ്ടാക്കാനില്ല. അടുത്ത വെള്ളിയാഴ്ച വരെ ഞാൻ ഈ വേൾഡിൽ കളിക്കുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അടുത്ത വെള്ളിയാഴ്ചയിൽ പരീക്ഷ തീരുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഡെല്ലിത്തിൻ്റെ ഒക്കെ പരീക്ഷ ആ സമയത്ത് തീരും. നിങ്ങളൊക്കെ ഏത് ജില്ലയാണെന്നല്ലോ ഒന്ന് കമൻ്റ് ഇട്ട് വയസ്സ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ. പിന്നെ 1-2 വ്യൂവേഴ്സ് മാത്രമേ ഉള്ളൂ എൻ്റെ പരീക്ഷ ആയാലും എൻ്റെ വീഡിയോസ് കാണാൻ. ഇന്നലെ ഇട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു, അത് കണ്ടല്ലോ 1-2 പേരാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പുതിയ വേൾഡ് തുടങ്ങിയത്. സർവൈവലിലല്ല നമ്മൾ ഹാർഡ് കോറിലേക്ക് വന്നത്. ഹാർഡ് കോറിൽ നമ്മൾ ഒരു വട്ടം ചത്താൽ പിന്നെ ഈ വേൾഡിൽ കയറില്ല. അടുത്ത വെള്ളിയാഴ്ച മാത്രമായിട്ടൊരു താൽക്കാലിക വേൾഡ്. ഓക്കെ, നമുക്കപ്പോൾ നൈറ്റ് സർവൈവ് ചെയ്യാനുള്ള കട്ടിലായിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊന്നും വേണ്ട. ഇനി നമുക്ക് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്താണ്. അതിനു മുമ്പേ കുറച്ച് ഫുഡ് വേണം. ഫുഡൊക്കെ ആക്കട്ടെ. ഇവിടെ ആടിൻ്റെ കളിയുണ്ട്. ആടിന് തന്നെ ഇവനെ നടിക്കുന്നില്ല. ലാഗടിച്ചിട്ടാണ് അങ്ങനെ. എന്തായാലും കുറച്ചുകൂടി ഫുഡ് എടുക്കട്ടെ. എന്നിട്ട് നമുക്ക് ഒരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കല്ലെടുക്കണം. എന്നിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് അങ്ങ് എക്സ്പ്ലോർ ചെയ്തങ്ങ് തുടങ്ങാം. എക്സ്പ്ലോറല്ല, നമ്മളിങ്ങനെ വെറുതെ നടന്നുകൊണ്ടിരിക്കും. വല്ല വില്ലേജ് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നവരെ. പോയിട്ടൊരു ആക്സ് സ്റ്റിക്കില്ല, ഒരു ആക്സ്. ഇവിടെ എവിടെയും കല്ല് നിലത്ത് കാണുന്നുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ കുറച്ച് കല്ല് എടുക്കട്ടെ. കല്ലെടുത്തിട്ട് ഞാൻ കാണിച്ചില്ല. അത്യാവശ്യം കല്ലെടുത്തിട്ടുണ്ട്. വെക്കല് കല്ല് ഇനി കല്ല് മൈൻ ചെയ്യാൻ തന്നെ കൊണ്ട് വയ്യ. എന്തായാലും എക്സ്പ്ലോർ അങ്ങ് തുടരാണ്. ഇനി നമ്മൾ വേഗം കുക്ക് ചെയ്യണം. ഈ ഫുഡൊന്നും വേഗം കുക്ക് ചെയ്യട്ടെ. കുക്കായിട്ട് ഞാൻ അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ ഫുഡ് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് എക്സ്പ്ലോർ അങ്ങ് തുടങ്ങാം. അപ്പോൾ തന്നെ നൈറ്റായിട്ട് നമ്മളെന്തായാലും നമ്മുടെ റീസ്പോൺ വെച്ചിട്ട് എന്തായാലും കാര്യമില്ല. റീസ്പോൺ വെച്ചിട്ട് തീരെ കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഹാർഡ് കോർ ഒരു വട്ടം ചത്താൽ വേറെ സ്ഥലത്ത് സ്പോൺ ആവുന്നില്ല. ഈ വേൾഡ് എൻഡായി. പിന്നെ ഈ വേൾഡിലേക്ക് കയറാൻ പറ്റും, പക്ഷേ നമുക്ക് ക്രിയേറ്റീവിലേ കയറാൻ പറ്റുള്ളൂ. സർവൈവ് ആക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതിലെ ആദ്യത്തെ ഇതങ്ങ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കട്ടിൽ പൊടിച്ചങ്ങ് കിടക്കണം. എന്താണെന്ന് വെച്ചാൽ യൂസില്ല കട്ടിൽ വെച്ച്. നമ്മളപ്പോൾ അങ്ങ് എക്സ്പ്ലോർ ചെയ്തങ്ങ് തുടങ്ങുകയാണ്. ഫസ്റ്റ് എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു.
ഏതാല്ലേ നോക്ക് എന്തുമില്ല സിറ്റിയാണ്. എനിക്ക് സിറ്റി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓ മൈ ഗോഡ്, എനിക്കിതാ ഇഷ്ടപ്പെടാത്ത. കണ്ടോ സിറ്റി ഫുള്ളായിട്ടുണ്ടാവില്ല, അപ്പോഴത്തേനും എൻഡായി. ഇനി താഴെടുത്ത് ചാടണല്ലോട്. താഴെടുത്ത് ചാടുകയും ചെയ്യണം, എന്നിട്ട് അവിടുന്ന് ആ വെള്ളത്തിൽ കൂടെ നീന്തി അപ്പുറത്തെ മലയിൽ കയറുകയും വേണം. ഓ ഗൈസ്, പുതിയ മോചകം കുറേ കുഴി കൊണ്ടുവന്നുണ്ട്, എന്താണെന്നറിയില്ല. ഓ ആ എന്തോ വിചാരിച്ച അത് പറ്റുന്നില്ല. അല്ല പിന്നെ നമ്മളടുത്ത് ബോളുണ്ട്. ബോൾ വെച്ച് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. അവിടെ ഒരു നല്ലൊരു ഐലൻഡ് കാണും. അങ്ങോട്ട് പോകണോ അത് ഇതിൽ തന്നെ പോകണോ? എനിക്ക് തോന്നുന്നു അതാ നല്ല ഐലൻഡ്. അയ്യോ, അടിയിൽ നല്ല മൺതിട്ടയുണ്ട്. ഫസ്റ്റ് തന്നെ ചാവാൻ ചാൻസ് ഉണ്ട്. മെല്ലെ മെല്ലെ ഇറങ്ങാം. ഇതൊരു ചെറിയ വീഡിയോ ആയിരിക്കും. എന്നും ഇതിൻ്റെ പാർട്ട് 2, പാർട്ട് 1, പാർട്ട് 2 അല്ല പാർട്ട് 3 അങ്ങനെ പാർട്ടായിട്ട് ഞാൻ ഇടുന്നതാണ്. പരീക്ഷ കഴിയുന്നവരെ. പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ ഒരു സീനില്ല, ഞാൻ എൻ്റെ മറ്റേ വേൾഡിലേക്ക് പോകുന്നതാണ്. ആ വേൾഡിൽ വീഡിയോ ഇടാൻ തുടങ്ങും. നമ്മുടെ ആ വേൾഡിൽ നമ്മൾ അയൺ ഫാം വരെ ഉണ്ടാക്കി. ഇനി കുറച്ച് പണിയുണ്ട് വേൾഡിൽ. അപ്പോൾ നിങ്ങളെന്തായാലും സപ്പോർട്ട് ചെയ്യും. പരീക്ഷ ആയതുകൊണ്ട് ഞാൻ ഇന്നലെ ഇട്ട വീഡിയോസിന് വാച്ചിങ് നല്ല രീതിക്ക് കുറവായിരുന്നു. ഇപ്പോൾ 100% വാച്ചിങ് ഉണ്ടായിരുന്നതിൽ 100% കൂടി വാച്ചിങ് ഇല്ല. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും എത്ര വാച്ചിങ് വന്നേന്ന്. അതുകൊണ്ടാണ് ഞാനൊരു ആ വേൾഡിൽ വീഡിയോ ഇടാണ്ട് ഞാൻ പുതിയൊരു ഹാർഡ് കോർ തുടങ്ങിയേക്കുന്നത്. ഇത് കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല, മറ്റേ എൻ്റെ കണ്ടിന്യൂ ആയിട്ടുള്ളത് ഞാൻ എന്തായാലും പൂട്ടി കഴിഞ്ഞിട്ടിടും. പൂട്ടിയല്ല, പരീക്ഷ കഴിഞ്ഞ് അവിടെ ഇടും. ഇതെന്തായാലും ഒരു ചെറിയ വീഡിയോ ആയിരിക്കും എക്സ്പ്ലോർ ചെയ്യുന്നത്. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കാണുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, നമ്മൾ വിചാരിച്ച് വന്ന പോലെ തന്നെ നമുക്കൊരു സൂത്രം കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതാ നോക്ക് ഗൈസ്, വില്ലേജ്. എന്ത് പെട്ടെന്ന് വില്ലേജ് കിട്ടിയെന്ന് കണ്ടോ? ഞാൻ കുറച്ചിങ്ങോട്ട് വന്നേ ഉള്ളൂ, അപ്പോഴത്തേക്കും നമ്മുടെ ലക്ക് കൊണ്ട് നമുക്ക് വില്ലേജ് കിട്ടി ഗൈസ്. ഏതാലേ, നമുക്ക് ഏത് വേൾഡ് തുടങ്ങിയാലും നല്ല ലക്കാന്ന് തോന്നുന്നു. നമ്മൾ കുറച്ചിങ്ങോട്ട് വന്നുള്ളപ്പോഴത്തേക്കും നമുക്ക് വില്ലേജ് കിട്ടിയണ്ടോ? എന്തല്ലേ വില്ലേജാന്ന് നോക്കിയേ. ഫുഡും ഉണ്ട്, വീറ്റും ഉണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് ഫുഡിൻ്റെ ആവശ്യമില്ല. എന്തെങ്കിലും ലൂട്ട് ഉണ്ടോ നോക്കട്ടെ. ഇവിടുത്തെ വില്ലേജസിന് നമ്മൾ 2-3 ഇതൊരു പരീക്ഷ ചെയ്യുന്നതിനുള്ളൊരു താൽക്കാലിക വേൾഡാണ്. ഓ, അയൺകോളം ഒരേ ഫൈറ്റിങ്ങിനാണ്. കുട്ടീനെ കൊല്ലു, അത്രേ ഉള്ളൂ. അയൺകോളം ഏതാ? മാസ്റ്റർ ബ്രെയിൻ അയൺകോളം. അവിടെ ഒരു ടോർച്ച് വെച്ച് കൊടുക്കണം. ഇല്ല, സോംബികൾ അവിടെ പോകണം. അയൺകോളത്തിന് ബുദ്ധിയില്ലെന്ന് പറയുന്നതാ. അവിടെയൊക്കെ കൊണ്ട് ടോർച്ച് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇവന്മാരെ കൊല്ലാൻ ആരും വരില്ല. ഇതിലാരോ ജോബ് എടുത്തിട്ടുണ്ട്. ഇതെന്താ? എനിക്കൊന്നുമില്ല. നമുക്ക് ലൂട്ട് ഉണ്ടോണോ ഫസ്റ്റ് നോക്കണ്ട. ലൂട്ട് ഇതിൻ്റെ ഉള്ളിൽ ലൂട്ട് ഉണ്ടാവാൻ ചാൻസ് 100% ചാൻസ് ഇല്ല. ഈ വീട്ടിൽ ലൂട്ട് ഉണ്ടാവില്ല. ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഉണ്ട്. സഞ്ചി കിട്ടിയേ. നമുക്ക് സഞ്ചിൻ്റെ ഉള്ളിലേക്കെല്ലാം മാറ്റാൻ പറ്റും. സഞ്ചി തുറക്കാം, കിഴങ്ങ് വെക്കാം, ഇത് വെക്കാം. അയ്യോ, ഇത് വെച്ചാൽ നമ്മൾ ഓർക്കൂല. ചിലപ്പോൾ നമ്മൾ പുതിയ ഉണ്ടാക്കി പോരാണ്ട്. കല്ലിരിക്കട്ടെ. ഉണ്ടോ സഞ്ചിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എല്ലാം ആക്കണ്ട. സഞ്ചി നമുക്ക് അമർത്തിക്കളയാം. അത് കിടുവാണല്ലോ. പിന്നെ നമുക്ക് അവിടെ 2 വീടും കൂടി ഉണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് നോക്കി നോക്കാം എന്തൊക്കെ കിട്ടുമെന്ന്. എന്നാ ഭാഗ്യമില്ല, ഹാർഡ് കോർ വന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്തപ്പോഴത്തേന് വില്ലേജ്. നമ്മൾ ഇനി എന്തായാലും ചാവൂലെന്ന് ഉറപ്പായി. ഇതടുത്തത് ബ്രെഡ്. വലിയ ഗുമ്മൊന്നുമില്ലാത്ത വില്ലേജാണ്. ബ്രെഡ് മാത്രമേ ഉള്ളൂ. അതോ ക്രീപ്പറൊക്കെ അവൻ എന്നെ നോക്കി വരുന്നേ. ക്രീപ്പർ മാമ ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് ഈ ടോർച്ച് പൊട്ടിച്ചിട്ട്
മിക്കവാറും ഞാൻ ഇപ്പം തന്നെ വടിയായേനെ. ആ ടോർച്ച് എടുത്തിൻ്റെ ഉള്ളിലേക്ക് വെച്ച്. ഇനി വടിയാൻ വേണ്ടി നോക്കണം. ഓക്കെ, അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അയൻകുളത്തിന് പേടിച്ച് അയ്യോ പൊട്ടി. അയൻകുളം ചാവരുത്. എൻ്റെ രക്ഷകനാണ് അയൻകുളം. പൊട്ടല്ലേ, മാത്രമേ ഉള്ളൂ. പൊട്ടല്ലേ, നീ തീർന്നടാ, നീ തീർന്നു. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് ക്രീപ്പറിനൊക്കെ വന്നിട്ടുണ്ട്. TNT ഉണ്ടാക്കാം, ഫയർ വർക്ക് ഉണ്ടാക്കാം. ഇതിൽ മേലോട്ട് കയറാൻ വഴിയില്ല, അതുകൊണ്ടാണെന്ന് തോന്നുന്നു അയൺകോളം പെട്ടിറങ്ങുന്നത്. ഈ ഒന്ന് അയൺകോളം ഇവിടെ തന്നെ നിൽക്കുന്നതാണ് സേഫ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സോംബി സ്പോണാവുന്നത്. നമുക്കെന്തായാലും നല്ലൊരു ലക്കിൽ വില്ലേജൊക്കെ കിട്ടിയിട്ടുണ്ട്. അതാ കുറച്ച് വീറ്റും ഉണ്ട് ഇവിടെ. വീറ്റല്ല, വേറെ സാധനം. നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ നോക്കില്ലല്ലോ നമ്മൾ. ബെഡുണ്ട്, റീസ്പോൺ വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അതിൻ്റെ ഉള്ളിലൊരു പെട്ടിയുണ്ട്. ഗായ്സ്, എത്ര ആപ്പിൾ? 8 ആപ്പിളോ? കുഴപ്പമില്ല, അവിടെ ഇരിക്കട്ടെ. നമുക്ക് ആവശ്യം വരും ആപ്പിൾ എടുത്ത് തിന്ന് തീർക്കണ്ട. 8 ആപ്പിളൊക്കെ ഏതാല്ലേ? ആപ്പിളുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം. ഗോൾഡൻ ആപ്പിളാക്കാം, എൻചാൻറ്റഡ് ഗോൾഡൻ ആപ്പിളാക്കാം. 8 ആപ്പിളൊക്കെ കിട്ടണേ എന്താ പാടെന്നറിയാം. ഞാൻ എൻ്റെ കുതിരേനെ ബ്രീഡ് ചെയ്യാൻ പെട്ട പാട് ആപ്പിൾ കിട്ടാൻ. നിങ്ങൾക്കറിയാം, എൻ്റെ പഴയ എപ്പിസോഡിലും കണ്ടവർക്ക്. എല്ലാവർക്കും വെള്ളിയാഴ്ച പരിചയം. അടുത്ത വെള്ളിയാഴ്ച തന്നെ ഞാൻ എൻ്റെ പഴയ വീട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഞാൻ നല്ല രീതിക്ക് വീഡിയോ വേണ്ടല്ലേ കൊല്ലണ്ട, അടുത്ത് വന്നോട്ടെ. പാവങ്ങൾ ജീവിച്ചു നോക്കട്ടെ. ഈ സാധനം എന്തിനാ? ഈ സാധനത്തിൽ തന്നെ വെള്ളമെന്നറിയോ? ആർക്കറിയാം. അവിടെ നോട്ടെ, അവന്മാർ ജോബ് എടുക്കുന്ന വെള്ളം കുടിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഈ ക്രീപ്പറിനെ അയൻകോളൊന്നും ചെയ്യില്ല. നമ്മളെ കൊല്ലാൻ വരുന്നേ ഇത് ആദ്യമില്ലേ? ഹലോ, വില്ലേജസിൻ്റെ ശബ്ദം അത് വേറെ തന്നെയാണ്. ഏതാല്ലേ, നമ്മളപ്പോൾ നല്ലൊരു വില്ലേജ് കണ്ടുപിടിച്ച്. ഏതാ നമുക്ക് കിട്ടു വില്ലേജ്. പിന്നെ കുറച്ച് നാളത്തെ ടോർച്ച്. ടോർച്ചൊക്കെ പൊട്ടി വന്നേ. ഗൈസ്, ഇതേപോലെയുള്ളൊരു വില്ലേജല്ല നമുക്ക് നമ്മുടെ വീട്ടിലും കിട്ടിയേ. ഇതിൻ്റെ അടുത്ത് ഇതുപോലെ ഒരു സ്ഥലമുണ്ട്. ഇതിൻ്റെ അടുത്തൊരു കടലുണ്ട്. കടലിൽ നിന്ന് ഷിപ്രൊക്കെ കിട്ടി. നോക്കട്ടെ, ഇവിടെ വല്ല ഷിപ്രൊക്കെ ഉണ്ടോ? കടലുണ്ടോ നോക്കട്ടെ ഫസ്റ്റ്. കടലുണ്ട്. കടലല്ല, ചെറിയൊരു പുഴ എന്ന് പറയാം. എന്തുല്യ മലയാന്ന് നോക്കുക ഗൈസ് അങ്ങോട്ടൊക്കെ. എൻ്റെ മണ്ട കയറി എത്തുമ്പോഴത്തേന് നൈറ്റായി തുടങ്ങി. നമ്മൾ ഏതെങ്കിലും വീട് തന്നെ ഈ കുട്ടി വീട് തന്നെ നമ്മളൊക്കെ എടുക്കാം. അങ്ങനെ നമ്മുടെ വേൾഡിലെ ഹാർഡ് കോർ വേൾഡിലെ സെക്കൻഡ് നൈറ്റ് ആയിരുന്നു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എത്രയുള്ള ഗൈസ്? നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ ബൈ.